വയനാട്ടിൽ 2 കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ആത്മഹത്യയിൽ ആത്മഹത്യാ കുറിപ്പുമുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപമാനത്തിൽ മനംനൊന്തുള്ള ആത്മഹത്യ എന്നുള്ള വിവരം വരുന്നു. ഇപ്പോൾ അല്പം മുമ്പ് DCC പ്രസിഡന്റ് പ്രതികരണവും വന്നല്ലോ. അദ്ദേഹം പറയുന്നു പോലീസിന്റെ പക്കലുള്ള ആത്മഹത്യാക്കുറിപ്പിലെ പേരുകൾ പുറത്തുവിടൂ എന്ന്. എന്താണ് ഇപ്പോൾ ജോസ് നെല്ലിടത്തിന്റെ വീട്ടുകാർ പറയുന്നത്, ദീപക്? സ്മൃതി, പോലീസും കോൺഗ്രസ് നേതൃത്വവും വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വവും ഒരുപോലെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. നേരത്തെ തന്നെ ജോസ് നെല്ലേടത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ പറയുന്നത് സാധാരണഗതിയിൽ ജനപ്രതിനിധിക്ക് ലഭിക്കുന്ന ഒരു സന്ദേശം കൈമാറിയിരുന്നു. ആ സന്ദേശത്തിലെ സത്യവും അതിലെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴമ്പുണ്ടെങ്കിൽ മാത്രമേ പോലീസ് അത് കേസെടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പരാമർശം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം അടക്കം പറയുന്നത്. വിഭാഗീയതയ്ക്കിരയാണ് താനെന്നും ഒപ്പം പാർട്ടി തന്നെ ചതിച്ചു എന്നും ഒക്കെയുള്ള പരാമർശം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ട് എന്നുള്ള സൂചന ലഭിച്ചു. അതനുസരിച്ച് ഇനി പോലീസാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിടേണ്ടത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരും തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയില്ല, അതായത് ജോസ് നെല്ലേടത്തിന്റെ വീട്ടിലേക്ക് എത്തിയില്ല. പക്ഷേ അല്പം മുൻപ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കം ഈ മേഖലയിലേക്ക് എത്തി. ഈ ജോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ രാവിലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ട്. കടുത്ത വിഭാഗീയതയ്ക്കിരയാണ്, ഒപ്പം പാർട്ടി തന്നെ വഞ്ചിച്ചു എന്നുള്ള കാര്യമാണ് ജോസ് നെല്ലേടം പ്രധാനമായും ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉന്നയിക്കുന്നത്. നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരുകൾ പുറത്തുവിടേണ്ടത് പോലീസാണ്. ND അപ്പച്ചൻ അടക്കമുള്ള നേതാക്കന്മാർ ആവശ്യപ്പെടുന്നതും പോലീസാണ്. കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ഒരു പോലീസ് എന്താണ് കാര്യങ്ങൾ പുറത്തുവിടാത്തത്? സാധാരണഗതിയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ രഹസ്യമായി ഇങ്ങനെ സൂക്ഷിക്കാറില്ലല്ലോ. എന്താണ് പോലീസ് അതിന് പറഞ്ഞ ന്യായം, ദീപക്? സ്മൃതി, അതായത് ഇന്നലെ രാവിലെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ പുൽപ്പള്ളി പോലീസ് വീട്ടിലെത്തുകയും വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് 3 പേജുള്ള ഈ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചത്. ഈ ആത്മഹത്യാക്കുറിപ്പ് വിശദമായി പരിശോധിക്കുന്നു, ഒപ്പം അന്വേഷണത്തിന് വിധേയമാക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായി ഫോറൻസിക് സംഘത്തിന് ഈ ആത്മഹത്യാക്കുറിപ്പ് കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ പരിശോധനയുണ്ടാവും. അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് ഈ കാര്യം, അതായത് ഈ പറഞ്ഞ ആത്മഹത്യാക്കുറിപ്പിലുള്ള ആളുകളുടെ പേരുകളടക്കം പുറത്തുവിടുക. നേരത്തെ ഈ കാനാട്ടുമല തങ്കച്ചൻ്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടുവച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ആരോപണ വിധേയനായ ജോസ് നെല്ലേടവും ഒപ്പം വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കമുള്ള ആളുകളുടെ പേരുകൾ ഉന്നയിച്ചത്. ആ ചോദ്യവും നമ്മൾ ഇന്ന് ഈ ND അപ്പച്ചനോട് ചോദിച്ച സമയത്ത് തങ്കച്ചന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആരോപണം ശരിയല്ല, കോൺഗ്രസ് പ്രവർത്തകനല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ND അപ്പച്ചൻ പ്രതികരിച്ചത്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുന്നു. നേരത്തെ ഉണ്ടായ ഈ തങ്കച്ചനെ കള്ളക്കേസിൽ കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം കൂടി പരിശോധിച്ചാണ് ഇനി ഈ ആത്മഹത്യാക്കുറിപ്പ് അടക്കം പുറത്തുവിടുക. ശരി, ദീപക് ആണ് വിവരങ്ങൾ നൽകിയത്. സാനിയോ മനോമിയിലേക്ക്. സാനിയോ, ഇപ്പോൾ NM വിജയന്റെ കുടുംബം നേരത്തെ തന്നെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതികരണമായി രംഗത്ത് വന്നാണ്. പിന്നീട് കോൺഗ്രസ് നേതാക്കൾ അവിടെ പോയി അനുനയിപ്പിക്കുന്നു. KPCC അധ്യക്ഷൻ അന്നത്തെ K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അവിടെ പോയി അവരെ സമാധാനിപ്പിക്കുന്നു, സാമ്പത്തിക സഹായം നൽകുമെന്ന് പറയുന്നു. പക്ഷേ 5 പൈസ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. സ്മൃതി, അതായത് 2.5 കോടി രൂപയുടെ ബാധ്യതയുടെ കണക്കുകളാണ് കുടുംബം KPCCക്ക് നൽകിയിരുന്നത്. അതിൽ ആകെ കിട്ടിയത് 20 ലക്ഷം രൂപ. അത് ചെക്ക് കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് NM വിജയന്റെ മരുമകൾ പത്മജ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. മാത്രവുമല്ല, KPCCക്ക് മുൻപിൽ തനിക്ക് നിരാഹാരം ഇരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. മുൻപ് വളരെ നന്നായി ജീവിച്ചു പോയ ഒരു കുടുംബമാണ് തങ്ങളുടേത്. അച്ഛൻ്റെ മരണത്തോടു കൂടി ഇതൊക്കെ താറുമാറാകുന്നു. കാരണം ആളുകൾ, പണം കൊടുക്കാനുള്ള ആളുകൾ മുഴുവനായി വന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇവരുടെ വീടിൻ്റെ ആധാരം അത് ബാങ്കിൽ പണയം വെച്ചിരിക്കുകയാണ്. അത് അച്ഛൻ കൃത്യമായി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ വീട് പണയം വെക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് അത്തരത്തിൽ വീട് പണയം വെക്കേണ്ടി വന്നതെന്ന് അവർ പറയുന്നു. അതിൻ്റെ ആധാരമെങ്കിലും എടുത്തു തരേണ്ടത് തങ്ങളുടെ അവകാശമാണെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ഈ ഒരു ആത്മഹത്യയ്ക്ക് ശേഷമാണ് തങ്ങളുടെ കുടുംബം താറുമാറായതെന്ന് അവർ പറയുന്നു. വലിയ പ്രതിഷേധമാണ് അവർക്ക് ഉള്ളത്. മാത്രവുമല്ല, വിജീഷ്, അവരുടെ മകൻ, NM വിജയൻ്റെ മകൻ വിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട മാനസിക ആഘാതവും മറ്റുമുണ്ടായി ഒരു ഭാഗം തളരുകയും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായി. ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും ആ ആശുപത്രി ബില്ലടയ്ക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് നിരന്തരമായി വിളിച്ചെങ്കിലും ആരും സഹായിച്ചില്ല എന്ന ആരോപണവും ഇപ്പോൾ പത്മജ ഉന്നയിക്കുകയാണ്. വലിയ സമരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക എന്നും പത്മജ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശരി, അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ ഈ സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പല രൂപത്തിൽ പ്രതികരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആർക്കും ഒരു വ്യക്തതയില്ല എന്നാണോ? ഇത് K സുധാകരൻ്റെ കാലത്താണ് സഹായം വാഗ്ദാനം ചെയ്തതും സഹായം നൽകി എന്നുള്ള
നൽകുമെന്നുള്ള ഉറപ്പ് നൽകിയതും എന്നാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്നത്? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ സ്മൃതി. അതായത് മുൻ DCC ട്രഷറർ കൂടിയായ NM വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ കുടുംബം വലിയ തോതിൽ പ്രതിഷേധമുയർത്തുകയും KPCC നേതാക്കളടക്കം നേരിട്ടെത്തി ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. ഏതാണ്ട് 2.5 കോടിയുടെ ബാധ്യതയുണ്ട് എന്ന് കുടുംബം നേതാക്കളെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ 20 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത്, അതിൻ്റെ ചെക്ക് മാത്രമാണ് ലഭിച്ചത് എന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. ഇത് സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ വ്യത്യസ്തമായ നിലപാടുകളാണ്, അഭിപ്രായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് വയനാട് DCC അത് സംബന്ധിച്ച് കൃത്യമായി പണം നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ KPCC പണം നൽകിയിട്ടുണ്ട് എന്നാണ് തൻ്റെ വിശ്വാസം, അങ്ങനെയാണ് താൻ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നു. അതേസമയം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കാസർഗോഡ് MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താനും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ അന്വേഷണം പൂർത്തിയായിട്ടില്ല, അന്വേഷണം എപ്പോൾ പൂർത്തിയാകുമെന്ന് അറിയില്ല, അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ നഷ്ടപരിഹാരം നൽകാൻ കഴിയുകയുള്ളൂ. സർക്കാരിൻ്റെ പല കമ്മീഷനുകളും ഇത്തരത്തിൽ തന്നെ അന്വേഷണം തുടങ്ങിയാൽ അനിശ്ചിതമായി നീളുകയാണല്ലോ പതിവ് എന്ന തരത്തിൽ പരിഹാസ രൂപേണയാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഈ NM വിജയന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, അവരുടെ പരാതിയുടെ കാര്യത്തിൽ KPCCക്ക് കൃത്യമായ നിലപാടില്ല, മാത്രമല്ല അത് അവർക്ക് കൃത്യമായ ധാരണയില്ല എന്ന് വ്യക്തമാകുന്നതാണ് ഇവരുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ. ശരി, അർജുൻ മട്ടന്നൂരും സാനിയ മനോമിയും ദീപക് മോഹനുമാണ് വിവരങ്ങൾ നൽകിയത്.